ഇപ്പോൾ അഡ്വക്കേറ്റ് ലാൽകുമാർ കൂടി ചേരുന്നു നമ്മോടൊപ്പം. ലാൽകുമാർ, എന്തൊക്കെയാണ് ഈ മുൻകൂർ ജാമ്യം? അതൊരു ഇടക്കാല ആശ്വാസമായി മാത്രമാണ് സിദ്ദീഖിന് ലഭിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ? മുൻകൂർ ജാമ്യമായിട്ടില്ല. 2 ആഴ്ചയ്ക്ക് ശേഷം അത് പരിഗണിക്കാൻ ബെയിൽ വീണ്ടും പരിഗണിക്കുമ്പോൾ അപ്പോഴായിരിക്കും തീരുമാനമെടുക്കുക. അതിനു മുമ്പ് ബാക്കിയുള്ള കക്ഷികൾക്കെല്ലാം നോട്ടീസ് പോയി കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതാണ്. സംഭവിക്കുന്നത് 2 ആഴ്ചത്തേക്ക് അദ്ദേഹത്തിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്താൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കണം. അതാണ് അതിന്റെ പൊസിഷൻ. അപ്പം പ്രത്യേകിച്ച് ഇടക്കാല ജാമ്യം എന്ന് പറയാമോ? ഇടക്കാല ജാമ്യം എന്ന് പറയാമോ? ജാമ്യം എന്നുള്ള പ്രയോഗം തെറ്റായിരിക്കും. ഇടക്കാല ആശ്വാസം എന്ന് പറയുന്നതായിരിക്കും ശരി. ഇടക്കാല ജാമ്യം എന്ന് പറഞ്ഞാൽ ആ പെറ്റീഷനിൽ അഡ്ജുഡിക്കേറ്റ് ചെയ്യണമല്ലോ. ആ പെറ്റീഷനിൽ തീരുമാനം എടുത്തിട്ടില്ല. അദ്ദേഹം ചെന്നു 8 വർഷത്തെ ഡിലേ ഉണ്ട് എന്നുള്ള വാദം പ്രൈമ ഫേസിയ അതിനകത്തൊരു പ്രസക്തി ഉണ്ട് എന്ന് കോടതിക്ക് തോന്നി കാണണം. അതാണ് അവിടുത്തെ പ്രസക്തമായ കാര്യം. അപ്പൊ ആ ഡിലേ എങ്ങനെ കണക്കാക്കും, വരാൻ പോകുന്ന ദിവസങ്ങളിൽ അടുത്ത വാദം കേൾക്കുമ്പോൾ എങ്ങനെ വരും എന്നുള്ളതിനനുസരിച്ചായിരിക്കും തീരുമാനം വരിക. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അദ്ദേഹത്തിനെ ഇപ്പം അറസ്റ്റ് ചെയ്താലും വിട്ടയക്കണം. ചോദ്യം ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ബാക്കി തെളിവെടുപ്പിന്റെ കാര്യത്തിലൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ സിദ്ദീഖിനെ ഇനി പറഞ്ഞ പോലെ ബിഹൈൻഡ് ദ ബാർസ് ഉടനടി പോകേണ്ട വരില്ല. 2 ആഴ്ചത്തേക്ക് എന്തായാലും പോകേണ്ട വരില്ല. 2 ആഴ്ചക്ക് ഈ ഒളിവിൽ കഴിയുന്ന സിദ്ദീഖിനെ പോലീസിന് കണ്ടെത്തിയാലും ചോദ്യം ചെയ്ത് മറ്റ് നടപടിക്രമങ്ങൾക്ക് ശേഷം വിട്ടയക്കണം, അറസ്റ്റ് രേഖപ്പെടുത്താനാകില്ല. ഇതാണ് സിദ്ദീഖിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സുപ്രീം കോടതിയിലെ ആശ്വാസം, അല്ലേ? അതെ. അല്ല, ഇനി ഇതിനകത്തെ പ്രശ്നം സിദ്ദീഖിന് ഇനി ഒളിവിലിരിക്കണ്ട. അദ്ദേഹത്തിന് ഒളിവിലിരിക്കാതെ തന്നെ പുറത്തേക്ക് വരാൻ കഴിയും എന്നുള്ളതാണ്. അപ്പം സിദ്ദീഖിന് ഇപ്പൊ എവിടുന്നാ വരുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയും. ഈ സർക്കാരിൻ്റെ തടസ്സ ഹർജി ഉണ്ടായിരുന്നു, ഒപ്പം അതിജീവത, മറ്റൊരു പൊതുപ്രവർത്തകനൊക്കെ തടസ്സ ഹർജികൾ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് എത്തിയിരുന്നു. മാത്രമല്ല, സിദ്ദീഖ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കുന്നില്ല എന്നതിൻ്റെ ഒരു സ്വഭാവമാണല്ലോ ഈ ഒളിവിൽ പോകുമ്പോൾ കാണുന്നത്. ഇതൊക്കെ സുപ്രീം കോടതി പരിഗണിക്കില്ലേ? തീർച്ചയായിട്ടും പരിഗണിക്കും. നോക്കൂ, നമ്മുടെ തടസ്സ ഹർജി എന്ന് പറയുന്നത് ആ പെറ്റീഷൻ ആന്റിസിപ്പേറ്ററി ബെയിലില് മെറിറ്റിൽ കേൾക്കുമ്പോൾ ഉറപ്പായിട്ടും പരിഗണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. തീർച്ചയായും പരിഗണിക്കും. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം താൽക്കാലികമായ ഒരു ആശ്വാസം സിദ്ദീഖിന് കൊടുത്തിരിക്കുന്നു. കാര്യം 8 വർഷം ഡിലേ വന്നിരിക്കുന്നു. ബാക്കി നോട്ടീസൊക്കെ പോയി ആൾക്കാർ 2 ആഴ്ച കഴിഞ്ഞ് പരിഗണിക്കത്തക്ക രീതിയിൽ വരുമ്പം നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് നോക്കാമെന്ന് മാത്രമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കേസിന്റെ മെറിറ്റിനെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല ഇത്. കാര്യം തെളിവെടുത്തു വെച്ചിരിക്കുന്നു. തെളിവ് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ പോലീസ് ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ചിരിക്കുന്നു. അതൊക്കെയാണ് ശിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. ആ ശിക്ഷയുമായി ഒന്നും ഒരു ബന്ധവുമില്ല. അദ്ദേഹത്തിന് ഇപ്പം ഈ പോയിന്റ് അറസ്റ്റ് ചെയ്യണോ വേണ്ടായോ, കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ വേണോ വേണ്ടായോ എന്നുള്ളൊരു ചോദ്യത്തിന് അതുപോലും പൂർണ്ണമായി പറഞ്ഞിട്ടില്ല. 2 ആഴ്ചത്തേക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അതായത് ഒരു താൽക്കാലിക ആശ്വാസം എന്ന് മാത്രമേ ലാൽകുമാർ സൂചിപ്പിച്ചതുപോലെ പറയാനാകൂ, അല്ലേ? അറസ്റ്റ് തടഞ്ഞു. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ആശ്വാസമാണ്, അങ്ങനെ തന്നെ പറയാം. കാര്യം പ്രഥമ ദൃഷ്ടിയാൽ അറസ്റ്റ് ചെയ്യണ്ട എന്നുള്ളൊരു പൊസിഷൻ, 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് ചെയ്യരുത് അല്ലെങ്കിൽ ചെയ്താൽ വിട്ടയക്കണം എന്ന് പറഞ്ഞൊരു പൊസിഷൻ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസം അതിനകത്ത് ഉണ്ടെന്ന് തന്നെ പറയാം. ഇടക്കാലമാണെങ്കിൽ പോലും അതൊരു ആശ്വാസം തന്നെയാണ്. തീർച്ചയായും വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് അഡ്വക്കേറ്റ് ലാൽകുമാർ.